മുളക് അരച്ചല്ല ഉണ്ടാക്കുന്നത്, നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കാം. പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് അധികം എരിവില്ലാതെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഉണ്ടാക്കാൻ അടുക്കളയിൽ പോകാം. നമുക്കിന്ന് നല്ലൊരു ആവോലിയും കൊണ്ട് തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 1 കിലോ ആവോലി ഇത് കൊണ്ട് കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മീനൊക്കെ ഒന്ന് ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് നമ്മൾ ഒരു വലിയ 2 സവോള ഉണ്ട്. നമ്മളെല്ലാം ഇത് നീളത്തിയാണ് ഇന്ന് അരിഞ്ഞെടുക്കുന്നത്. 2 സവോള ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു 5-6 പച്ചമുളകുണ്ട്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. നമുക്കത് ആവശ്യമനുസരിച്ച് പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാം. ഒരു തക്കാളി ഉണ്ട്, അത് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 1 സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിന് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഇത് 2-ാം പാലും 3-ാം പാലും ഒന്നിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ തേങ്ങ മുഴുവനും ഉണ്ട്, അത് അതിൻ്റെ തേങ്ങാപ്പാലാണ്. അതിനകത്ത് ഞാൻ കുറച്ചൊരു തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ഒഴിക്കാൻ വേണ്ടി. പിന്നെ ചെറിയ സ്പൂണ് ഗരം മസാല ഇടാം, കുരുമുളക് പൊടി എടുക്കാം. പിന്നെ ഇത് 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി വേണം. എങ്കിലും നമുക്ക് ഇതൊന്ന് അരച്ച് നമ്മൾ എടുക്കുന്നുണ്ട്, ഈ മല്ലിപ്പൊടിയും മഞ്ഞളും കൂടെ. എന്നാലും ഗ്രേവിക്ക് നല്ലൊരു കുറുക്കം കിട്ടുള്ളൂ. പിന്നെ ഒരു 3 സ്പൂണ് വിനാഗിരി ഒഴിക്കാം. ഇച്ചിരി കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അത്. നമുക്ക് ആദ്യം തന്നെ ഈ ആവോലിയിൽ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിരുമ്മി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ഇടാം, ഇച്ചിരി മുളക് പൊടി ഇടാം, കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കി ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് മസാല മൂപ്പിക്കാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2-3 സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മീനൊക്കെ ഇതുപോലെ ഒന്ന് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഒന്ന് തേച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഓരോന്നോരോന്ന് വറുത്തെടുക്കാം. ഫുള്ള് വറക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. 2 സൈഡും മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ മീനൊന്ന് തിരിച്ചിടാൻ 2 സൈഡും ഇതുപോലെ ഒന്ന് ആയാൽ മതി. നമ്മൾ ഈ തേങ്ങാപ്പാലിനകത്തിട്ട് ഒന്നുകൂടെ വേവിപ്പിക്കുന്നത്, അത് കാരണം ഒരുപാട് വേവണ്ട. ഇപ്പം ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നത്. ഇനി ആവോലി വേണമെന്നില്ല, ഏത് മീനാണെങ്കിലും ദശക്കട്ടിയുള്ള മീൻ ഈ പാല് കറി ഉണ്ടാക്കാൻ വേണ്ടി നല്ലതാണ്. ആവോലി ആണെങ്കിൽ നമുക്ക് ഈ ഒത്തിരി മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാല് കറി ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ സൈഡും ഒരു 2-3 മിനിറ്റ് നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് ബാക്കി മീനും ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണയ്ക്കകത്ത് ഈ മീൻ എടുക്കാം. ബാക്കി മീനും കൂടി ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ മീനെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്ത് നമുക്ക് ബാക്കി മസാലയെല്ലാം മൂപ്പിച്ചെടുക്കാം. അത് ഞാൻ ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇതെല്ലാം ഒന്നിച്ചങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ചേർക്കാം. ഇത് നല്ലതുപോലെ വഴന്നിട്ട് വേണം നമുക്ക് ബാക്കി മസാല ചേർക്കാൻ. ആ സമയത്ത് ഞാൻ ഈ മല്ലിപ്പൊടിയും മഞ്ഞളും എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് മിക്സിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് ഈ 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതും ആ മഞ്ഞളും കൂടി നമുക്കൊന്ന് മിക്സിക്കകത്ത് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഒത്തിരി നീണ്ടു പോകണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കൊരു പേസ്റ്റായിട്ട് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ അരക്കൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് 2 തണ്ട് കരിവേപ്പില ഇടുവാണ് ഇതിൻ്റെ കൂടെ.
നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇതുണ്ടോ, മല്ലിപ്പൊടിയും മഞ്ഞളും ഞാൻ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് നല്ലതുപോലെ പച്ചമണം മാറുന്ന പോലെ മൂപ്പിക്കണം, അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടിയുടെ ഒരു ചുവയൊക്കെ മീൻകറിക്ക് വരും. നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ഇടുവാണ്. ഇപ്പം ഞാൻ ഈ 2ാം പാലും 3ാം പാലും, ഇത് തേങ്ങ നമ്മൾ പിഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന പാല് മാറ്റി വെക്കണം. അത് നമ്മൾ കറി ഓഫാക്കാൻ നേരത്താണ് എടുക്കുന്നത്. ഇത് ഞാൻ 2ാം പാലും 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് ഒന്നിച്ച് വെച്ചിരിക്കുക. ഇതും കൂടി ഇങ്ങോട്ട് ഒഴിക്കാം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനകത്തോട്ട് ഒഴിക്കാനുള്ളത്. ഞാൻ ഇന്നൊരു മൺചട്ടിക്കകത്താണ് ഇതിന് തേങ്ങാപ്പാൽ കറി വെക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വറുത്ത മീനൊക്കെ ഇതുപോലെ മൺചട്ടിയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി ഈ തേങ്ങാപ്പാലും ഈ മസാലയും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ മീനിൻ്റെ അകത്തോട്ട് ചേർക്കാം. മീനൊന്ന് മുങ്ങിയിരിക്കുന്നത് പോലെ നമ്മൾ ഈ 2ാം പാലും 3ാം പാലും കൂടി എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ആ തേങ്ങ പിഴിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കണക്കായിട്ടുണ്ട്. മീൻ മുങ്ങിയിരിക്കുന്നത് പോലെ നല്ലപോലെ എല്ലാ മീനും മുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ആവശ്യം അനുസരിച്ച് ഉപ്പൊക്കെ ഒന്ന് നമുക്ക് പിന്നെ നോക്കിയിട്ട്, തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഞാനിപ്പം നമ്മൾ മീൻ വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതായിരുന്നു. ഇതിപ്പോൾ ഉപ്പ് ഇച്ചിരി ഇട്ടു. കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇട്ടത്. നമുക്കൊന്ന് ഇളക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഒരു തവിയിട്ടങ്ങനെ നമ്മൾ ഒത്തിരി ഇളക്കല്ല, ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കാവുള്ളൂ. അല്ലല്ല നമ്മൾ മീൻ കറിയല്ലേ, പൊടിഞ്ഞു പോകും. മൺചട്ടി ആകുമ്പോൾ നമ്മളൊന്ന് എടുത്ത് ചുറ്റിക്കുവാണെങ്കിലും മതി. നല്ലതുപോലെ മീനിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം ഉപ്പൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇത് മീൻ വെന്ത് വരുന്ന സമയത്തിന് ഞാൻ ഈ കപ്പലണ്ടിയും കിസ്മസും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഒരു 2-3 സ്പൂൺ വിനാഗിരി ഉണ്ട്, അത് നമുക്ക് ചേർക്കാം. നമുക്ക് ഇനി ഇതൊരു ലിഡ് വെച്ച് ഒന്ന് അടച്ച്, നമ്മൾ വറുത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇത് മീനൊന്ന് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. തവിയിട്ട് നമ്മൾ ഇളക്കല്ലേ. ഇച്ചിരി കൂടി ഒന്ന് വെന്ത് കുറുകുമ്പോഴത്തേനും നമുക്ക് ഓഫാക്കാം. നമുക്കൊന്ന് നോക്കാം നമ്മുടെ മീൻ റെഡിയായോന്ന്. എൻ്റെ മീൻ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇത്രയും പറ്റിയാൽ മതി. നമുക്കിനിയിപ്പോൾ ഈ ഗ്യാസ് ഞാനങ്ങ് ഓഫാക്കുവാണ്. ഓഫാക്കിയിട്ട് നമ്മൾ തലപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിക്കില്ല. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കപ്പലണ്ടിയും കിസ്മസും വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് അവോലി നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.